സച്ചിൻ, പാലക്കാട് എന്താണ് സ്ഥിതി? മഴ പെയ്യുന്നുണ്ടോ? മഴയ്ക്ക് ശമനമുണ്ടോ? പൊതുവെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? മനു, ഇന്നും പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ശക്തമായ മഴ നഗരങ്ങളിൽ അടക്കം ലഭിച്ചിരുന്നു. പാലക്കാട് നിലവിൽ ഇന്ന് ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര പ്രദേശങ്ങളിലാണ്. അട്ടപ്പാടി, നെല്ലിയാമ്പതി, സൈലന്റ് വാലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പാലക്കാട് ജില്ലയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും 8ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് മണ്ണാർക്കാട് താലൂക്കിലെ വീടുകൾക്കാണ്. മണ്ണാർക്കാടിലാണ് ഏറ്റവും കൂടുതൽ. അതായത് മണ്ണാർക്കാട് താലൂക്കിൽ പെടുന്ന മേഖലകളാണ് അട്ടപ്പാടി പോലുള്ള മലയോര മേഖല. അട്ടപ്പാടിയിൽ നിരവധി വീടുകൾക്കാണ് ഇന്നലെ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലാവുന്ന സ്ഥിതി ഉണ്ടായി. പോസ്റ്റുകൾ അടക്കം തകരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നലെ പാലക്കാട് അട്ടപ്പാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അതുപോലെ തന്നെ പട്ടാമ്പി മേഖലയിലും ട്രാൻസ്ഫോമറിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് ട്രാൻസ്ഫോമർ തകരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ആലത്തൂർ മേഖലയിൽ നടപ്പാലം അടക്കം പാലക്കാട് ജില്ലയിൽ തകർന്നിരുന്നു. എന്നാൽ നിലവിൽ വലിയ രീതിയിലൊക്കെ ഉള്ള നാശനഷ്ടങ്ങൾ ജില്ലയിലൂടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടിട്ടില്ല. മറ്റ് ക്യാമ്പുകളോ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ ശക്തമായ രീതിയിൽ തന്നെ ജില്ലയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ക്യാമ്പുകളൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ നിരവധി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ മംഗലം ഡാം ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 76 ഘനമീറ്ററാണ് മംഗലം ഡാമിലെ നിലവിലെ സംഭരണ ശേഷി. എന്നാൽ 76.21 മീറ്ററായിട്ട് അത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ മംഗലം ഡാം തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ഭാരതപ്പുഴയുടെ തീരത്തടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നെല്ലിയാമ്പതി അതുപോലെ തന്നെ അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിൽ ഇടിച്ചിലുണ്ടായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത് റോഡുകളിലേക്കാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന ഒരു ആശങ്കയും നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിനോദസഞ്ചാരികൾക്കും രാത്രി യാത്രകൾക്കടക്കം കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നെൽകൃഷി വലിയ രീതിയിൽ നെൽകൃഷി നാശം സംഭവിച്ചിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു മഴ പെയ്തതിനെ തുടർന്ന് അധികമായതിനെ തുടർന്നാണ് നെൽകൃഷിക്ക് നാശം സംഭവിച്ചിട്ടുള്ളത്. മറ്റ് കൃഷികളായ ഇഞ്ചി അതുപോലെ തന്നെ വാഴ തുടങ്ങിയ കൃഷികൾക്കും നാശം സംഭവിച്ചതായിട്ടാണ് ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനു, ശരി, ഓക്കെ. പാലക്കാട് ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മംഗലം ഡാം തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ നിൽക്കണമെന്നാണ് ഇപ്പോൾ സച്ചിൻ പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.